ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ സ്ഥാപനത്തിൻ്റെ ICRCFT യുടെ നമ്മുടെ SCSP പരിപാടിയുടെ കീഴിൽ നടത്തുന്ന ഈ മത്സ്യബന്ധന ഉപാധികളുടെ വിതരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാധ്യനായിട്ടുള്ള പറവൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ രമേശ് കുറുപ്പ് അവർകൾ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിഷിംഗ് ടെക്നോളജി ഡിവിഷൻ്റെ ഹെഡും ആയിട്ടുള്ള പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റുമായിട്ടുള്ള രമേശൻ സർ, SCSP പ്രോഗ്രാമിൻ്റെ CFTയുടെ നോഡൽ ഓഫീസറായിട്ടുള്ള സുരേഷ് സാറ്, ശ്രീമതി ലത മാഡം, ഷാജൻ അവർകൾ, നമുക്ക് നമ്മുടെ ഈ ഒരു പരിപാടിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നമ്മളോട് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ PK സുധീർ അവർകൾ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് പറയാനുള്ളത്, ഈ ഒരു പരിപാടി എന്ന് വെച്ചാൽ വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. നമ്മൾ നേരത്തെ നമുക്കൊരു റിക്വസ്റ്റ് ലെറ്റർ, അപേക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സ്യബന്ധന ഉപാധികളുടെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നൊരു റിക്വസ്റ്റ് നമുക്ക് കിട്ടുകയുണ്ടായി. വാസൻ ചേട്ടനാണ് അത് തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഏത് രീതിയിലുള്ള മത്സ്യബന്ധന ഉപാധികളാണ് നിങ്ങൾക്ക് സ്വീകാര്യമാവുക, ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഒരു ചർച്ചയൊക്കെ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന വലയുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഡയറക്ടർക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കുകയും ആ പ്രപ്പോസൽ SCSP കമ്മിറ്റി അംഗീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു മത്സ്യബന്ധന ഉപാധികൾ വിതരണം ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു പരിപാടി നടത്തുന്നത്. നമ്മുടെ CFTയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി മത്സ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മത്സ്യബന്ധനമായിട്ട് റിസർച്ച് ചെയ്യുന്നൊരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. മത്സ്യം പിടിക്കുന്ന സാങ്കേതിക വിദ്യയും പിടിച്ചതിന് ശേഷമുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ് മെയിനായിട്ട് നമ്മൾ ഗവേഷണം നടത്തുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള ഞങ്ങൾ ഫിഷിംഗ് ടെക്നോളജി, അതായത് മത്സ്യം പിടിക്കുന്ന ഒരു ഡിവിഷനാണ് ഞങ്ങളുടേത്. അപ്പോൾ ആ ഡിവിഷനാണ് ഈ ഒരു പ്രധാനപ്പെട്ട SCSPയുടെ കീഴിൽ സംയോജിതമായിട്ട് ഈ ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ ഡിവിഷനെക്കുറിച്ചും സുസ്ഥിര മത്സ്യബന്ധനത്തെക്കുറിച്ചും രമേശൻ സാറ് സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു പരിപാടിയെക്കുറിച്ച് SCSPയെക്കുറിച്ചും നമ്മുടെ സുരേഷ് സാറും സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള രമേശ് സാറിനെ വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പിന്നെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ സ്വന്തം രമേശൻ സാറാണ്. രമേശൻ സാറിനെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SCSP പരിപാടിയുടെ കോർഡിനേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് സാറാണ് ഈ ഒരു പരിപാടിയുടെ കോർഡിനേറ്റർ. അപ്പോൾ സുരേഷ് സാറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കൗൺസിലറുണ്ട്, ഏറ്റവും മുതിർന്ന കൗൺസിലറാണെന്ന് പറഞ്ഞത് രാമചന്ദ്രൻ സാറുണ്ട്. അപ്പോൾ സാറിനെയും ഈ ചടങ്ങിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കൂടെ ലതാ മാഡത്തിനെ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷാജൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ ഒരു ചടങ്ങ് നന്ദി പ്രകാശനം പറയുന്നത് ശ്രീ സുധീർ അവർകളാണെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ഇത്രയും മനോഹരമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു, വേദി അറേഞ്ച്മെൻറ്റ് ചെയ്തു, ഫ്ലെക്സ് ആണെങ്കിലും വല അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ഓരോ 19 പാക്കറ്റിലും വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തതിന് പ്രത്യേകം ഈ ഒരു സ്വാഗതത്തോടു കൂടി നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ സുരേഷ്, നോഡൽ ഓഫീസർ ആൻഡ് CSP പ്രിൻസിപ്പൽ നോഡൽ ഓഫീസർ SCSP. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ ചടങ്ങിലേക്ക് വിശിഷ്ട വ്യക്തിയായിട്ട് ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ രമേഷ് സർ, സ്വിഫ്റ്റിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഫിഷിംഗ് ടെക്നോളജി ഡിവിഷൻ്റെ ഹെഡുമായിട്ടുള്ള ഡോക്ടർ രമേശൻ സർ, ഇന്നത്തെ പരിപാടി ഇവിടെ നടത്തുന്നതിനായിട്ട് സ്വാഗത പ്രസംഗം നടത്തിയ പ്രജീത്, ഈ പരിപാടി ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളോടൊപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സുധീർ സർ, ആശംസ പ്രസംഗം നടത്തുന്ന ലതാ മാഡം, ഷാജൻ സാർ, രാധാകൃഷ്ണൻ സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഈ പ്രത്യേക പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SCSP പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് പ്ലാൻ എന്നാണ് അതിൻ്റെ മൊത്തം പേര്. അതുകൊണ്ടാണ് SCSP എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കൃതമായ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലും പല സ്ഥാപനങ്ങൾ വഴി നടത്തുകയാണ്.
ഇത് 1970 മുതൽ നടക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ സ്കീം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പട്ടികജാതിക്കാർക്ക് വേണ്ടി ഉള്ള പദ്ധതിയുണ്ട്, അതിന് SCSP എന്ന് പറയും. പട്ടിക വർഗമായിട്ടുള്ളതിന് TSP, ട്രൈബൽ സബ് പ്ലാൻ എന്നൊരു പ്രോഗ്രാമുണ്ട്. പിന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന NEH പ്രോഗ്രാം, നോർത്ത് ഈസ്റ്റേൺ ഹിൽ പ്രോഗ്രാം എന്നുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമും ഉണ്ട്. ഈ ഓരോ പ്രോഗ്രാമിനായിട്ട് പ്രത്യേകമായിട്ട് ഫണ്ട് വകയിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ SCSP എന്നുള്ളത് കൊണ്ട്, പട്ടികജാതി പ്രോഗ്രാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൻ്റെ പുറകിലായിപ്പോയ ആൾക്കാരെ അവർക്ക് ജീവനോപാധികളും അവരുടെ കഴിവുകളും ഉയർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് നേരെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ICIR-ൻ്റെ കീഴിലാണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇത് ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് ഇന്ത്യയിലെ കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഓർഗനൈസേഷനാണ്. ICIR-ൻ്റെ കീഴിൽ കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ഫോറസ്ട്രി, ഹോർട്ടിക്കൾച്ചർ സെക്ടർ, പിന്നെ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ, വിജ്ഞാന വ്യാപനം എന്നീ പല മേഖലകളിലായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്ന് പറയുന്നത് തോപ്പുംപടിക്ക് അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട മാൻഡേറ്റ് മത്സ്യബന്ധനം, അതും മത്സ്യത്തിൻ്റെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള മൂല്യവർദ്ധന പരിപാടികളെ കുറിച്ചിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും അതിനായിട്ടുള്ള വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞങ്ങൾ പല രീതിയിൽ മീൻ പിടുത്തമുള്ള ആൾക്കാരുമായിട്ടുമുണ്ട്, പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിംഗ്, പിന്നെ അതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ആഭ്യന്തര വിപണിയിലും എക്സ്പോർട്ട് മാർക്കറ്റ്, വിദേശ വിപണിയിൽ അയക്കുന്ന കമ്പനികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അവർക്കുള്ള ഡെവലപ്മെൻറ്റ്സ് കൊടുക്കുക, മീൻപിടുത്തക്കാർക്ക് ആവശ്യമായിട്ടുള്ള വള്ളം, വല തുടങ്ങിയ മേഖലകളിൽ ഗവേഷണം ചെയ്യുക തുടങ്ങിയ പരിപാടികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ വർഷം SCSPക്ക് ഏകദേശം 2 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ചെയ്ത ഏകദേശം ഞങ്ങളൊരു 60ഓളം പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ആ പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഞങ്ങൾക്ക് 3 പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് വിശാഖപട്ടണത്താണ്, ഒന്ന് ഗുജറാത്തിലെ വെരാബലിൽ, ഒന്ന് ബോംബെയിൽ. ഞങ്ങളുടേതാണ് മെയിൻ സെൻറ്റർ കൊച്ചിയിലുള്ളത്. അപ്പോൾ ഈ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിക്കുന്ന, ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും പഠിക്കുന്ന കുട്ടികൾക്ക് പലർക്കും ലാബ് ഫെസിലിറ്റി ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ലബോറട്ടറിയുമായിട്ട് പരിചയപ്പെടുത്തുക, ഏറ്റവും പുതിയ രീതിയിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ, മൈക്രോബയോളജി, ബയോടെക്നോളജി, ക്വാളിറ്റി അഷുറൻസ്, ഫിഷിങ്ങിനായിട്ട് ആവശ്യമായുള്ള പരിപാടികൾ, ഫിഷ് പ്രോസസ്സിംഗ്, മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കൽ, എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റ് എന്നിവയെക്കുറിച്ചിട്ട് അവർക്ക് ലബോറട്ടറി എക്സ്പീരിയൻസ് കൊടുക്കുക. അങ്ങനെയുള്ള 16 പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പലയിടത്തുമുണ്ട്, ഈ പറഞ്ഞ സെൻറ്ററുകളിലും നടത്തിയിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിൽ സാധാരണ 20 മുതൽ 25 വരെയുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വല വിതരണം, പിന്നെ ഐസ് ബോക്സ്, മീൻ പിടിക്കുന്ന മീനെ കേടുകൂടാതെ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ചിലയിടത്ത് വള്ളങ്ങൾ കൊടുക്കൽ. ഇപ്പോൾ ചേപ്പലത്ത് ഞങ്ങൾ വള്ളമാണ് കൊടുത്തത്, ചെല്ലാനം പഞ്ചായത്തിൽ ഫൈബർ വള്ളമാണ് കൊടുത്തത്, ഇവിടെ വലകളാണ് കൊടുത്തത്. ചിലയിടത്ത് ഇതിനൊക്കെ പോത്തുണ്ടി റിസർവെയർ ഫിഷിങ്ങിന് നമ്മൾ കൊടുത്തത് മീൻ കുഞ്ഞുങ്ങളും മീൻ വിത്തുകളുമാണ്. അതിനൊക്കെ മംഗലം മീൻകര റിസർവെയറുകളിലും ചെയ്തിട്ടുണ്ട്. വൈക്കത്ത് മുങ്ങി മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് അതിനായിട്ടുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്. അങ്ങനെ അതാണ് ഈ ഡയറക്റ്റായിട്ട് ഇൻപുട്ടുകൾ ഓരോന്നായിട്ട് കൊടുക്കുക എന്നുള്ള പ്രവൃത്തികളാണ് അതിൽ ചെയ്യുന്നത്. പിന്നെ മീൻ പിടിക്കുന്ന ആൾക്കാരെ തന്നെ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ട് കർഷക സ്ത്രീകൾക്കും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അത് അടുത്ത ഒരു പരിപാടിയാണ്. ഇങ്ങനെ ചിലയിടത്ത് വാല്യൂ ചെയിൻ ക്രിയേഷനാണ്. ഇപ്പം മീനെ വളർത്തി അതിനെ പിടിച്ച് അതിനെ നല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുന്ന തരത്തിലുള്ള പരിപാടികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കേജ് കൾച്ചറിന് ആവശ്യമുള്ള ചില സൗകര്യങ്ങളും ചിലയിടത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നാളെ ഒരു പ്രോഗ്രാം ഉള്ളത് ഇതിനൊക്കെ കോഴിക്കോട് അത്തോളിയിലാണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ചെയ്തത്. അതിൻ്റെ 3 വർഷമായിട്ട് ചെയ്തു വരുന്ന പ്രോഗ്രാമുകൾ ആൾക്കാർക്ക് കക്ക എടുക്കുന്നതിനും കക്കയെ പിടിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. 3 വർഷമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അത് നാളെ സമാപനം നാളെ കോഴിക്കോട് ചെയ്യുന്നുണ്ട്. വരുന്ന 23-ാം തീയതി പോത്തുണ്ടിയിലാണ് ഞങ്ങളുടെ പരിപാടി അവസാനിക്കുന്നത്. ഇങ്ങനെയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് SCSP പ്രോഗ്രാമിൻ്റെ കീഴിൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് തന്നെ നമ്മുടെ സുധീർ സാറുമായിട്ടൊരു ബന്ധം വന്നു. സാറ് ഡിക്കി എന്ന് പറയുന്ന ദളിത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി
ഫിക്കി എന്ന് പറയുമല്ലോ, അതേപോലെ ആ ഒരു ഇൻഡസ്ട്രിയൽ ചേംബറുമായിട്ട് വളരെ അതിൻ്റെ സൗത്ത് ഇന്ത്യൻ ചാപ്റ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാറിന് അറിയായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് സാർ വന്നിരുന്നു. വന്നപ്പോഴേക്ക് നമുക്കെങ്ങനെ മുന്നോട്ട് കേരളത്തിലോട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് സംസാരിച്ചു. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ 1-2 പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറവൂർ ഈ ഏരിയയിൽ ഇങ്ങനെ മീൻപിടുത്തക്കാരുണ്ട്, അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാമോ, നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് കൂടിയാലോചിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യ ഘട്ടമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു 19 പേർക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് വെച്ചിട്ട് മാർച്ച് അവസാനമായപ്പോഴത്തേക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഒരു 19 വല ഒന്നിന് ഏകദേശം ഒരു 6000 രൂപയോളം ഉള്ളത് ഒരു മിനിമം സൗകര്യമാണ്. നമുക്ക് ഇനിയും ഈ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാവശ്യമായിട്ട് ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും, മുനിസിപ്പാലിറ്റിയോടും നമ്മുടെ സാറിനോടും സുധീർ സാറിനോടും SCSBയുടെ നോഡൽ ഓഫീസർ എന്ന നിലയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതിനൊക്കെ ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ സാറ് എല്ലാ സൗകര്യങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഈ പരിപാടിക്ക് ചെയ്തു തരുന്നുണ്ട്. അത് നമ്മൾ ഏത് പരിപാടിയായിട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് അംഗീകാരം തരുന്നുണ്ട്. നമുക്ക് ഡ്രയർ കൊടുക്കുന്നുണ്ട്. ചിലയിടത്ത് ഇപ്പോൾ പറവൂരിൽ തന്നെ ഒരു ഡ്രയർ വെക്കാനുള്ള ഒരു സൗകര്യം നോക്കിയിട്ട് നമ്മൾ ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. എഴിക്കര ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രയറിന് ഏകദേശം 4.5 ലക്ഷം രൂപയാണ്. മീൻ ഉണക്കിയിട്ട് ഉണക്കമീൻ വിൽക്കുന്നതിനാവശ്യമായുള്ള സൗകര്യങ്ങളാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു 6 ഡ്രയറാണ് ഞങ്ങൾ പലതരത്തായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. നമുക്ക് പറവൂര് പ്രവർത്തിക്കാൻ കഴിയും. അതിനായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിൽ സാറിനോട്, രമേശ് സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. സാറിൻ്റെ സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകണമെന്ന് വിനീതമായി സാറിനോട് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പദ്ധതി വിശദീകരണത്തെക്കുറിച്ചിട്ടുള്ള വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട പറവൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ രമേഷ് ഡി കുറുപ്പ് സാർ, അതുപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന കൗൺസിലർ നമ്മുടെ ലത കോളത്ത് മാഡം, സാജൻ സാർ, സുധീർ, അതുപോലെ DICCയുടെ എല്ലാ ഭാരവാഹികൾ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ, ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ CFTയുടെ പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് മുമ്പ് പ്രസംഗിച്ച സുരേഷും അതുപോലെ പ്രജിത് സാറും പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ നമ്മളിതൊരു തുടക്കമാണ്. നമുക്ക് ഈ പരിപാടിയുടെ നമ്മൾ ആലോചിക്കുന്നത്. ഇനി ഷാജൻ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടക്കം മാത്രമാണ്. ഭാവിയിൽ നമ്മൾക്ക് ഇവിടുത്തെ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ നല്ലവരായ മത്സ്യത്തൊഴിലാളികളെയും നമ്മൾക്ക് നമ്മുടെ CFTയുടെ ഹെഡ് ഓഫീസ് കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഏതൊക്കെ മേഖലയിൽ ആണ് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെ ആർക്കൊക്കെ ഏതൊക്കെ മേഖലകൾ സംരംഭകരാകണം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ക്ലാസ് എടുക്കാം. അവർക്ക് അവിടെ വേണമെങ്കിൽ കുറച്ച് ദിവസമോ ആഴ്ചകളോ അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾക്ക് ഈ മേഖലയിലുള്ള ആൾക്കാരുടെ, പ്രത്യേകിച്ച് ഈ വിഭാഗത്തിൽപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വരുമാന മാർഗം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുടെ തുടക്കമാണ് ഇന്നിവിടെ നമ്മൾ കുറിക്കുന്നത്. തിരക്കിനിടയിലും നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട രമേഷ് ഡി കുറുപ്പ് സാർ ചെയർമാന് ഞാൻ നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ ഈ പരിപാടി ഒരു ഷോർട്ട് നോട്ടീസിൽ ഇവിടെ അറേഞ്ച് ചെയ്ത ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും ഇവിടെ എത്തിച്ചേർന്നതിൽ നന്ദി അറിയിക്കുന്നത്. CFTയെ പറ്റി പറഞ്ഞു. നമ്മുടെ ഹെഡ് ഓഫീസ് കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനും അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ എത്തിച്ചേർന്ന് കൂടുതൽ പരിപാടികൾ നിങ്ങൾക്ക്
ഉപകാരപ്രദമായ കൂടുതൽ പരിപാടികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ട്. നമ്മുടെ സെൻറ്റർ വരുന്നത് ഒന്ന് മഹാരാഷ്ട്രയിൽ ബോംബെയിലാണ്, പിന്നെ ഗുജറാത്തിലുണ്ട്, പിന്നെ വിശാഖപട്ടണത്തുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മത്സ്യബന്ധന മേഖലകൾ, അത് ഉൾനാടൻ മേഖലയായാലും അതുപോലെ കടൽ എല്ലാ മത്സ്യബന്ധന മേഖല, അതിൽ നമുക്ക് വലയുണ്ട്, അല്ലെങ്കിൽ തോണികൾ, കടലിലാണെങ്കിൽ യന്ത്രവൽകൃത ബോട്ടുകൾ, അതിലുള്ള ഇന്ധനങ്ങൾ, മറ്റ് സാമഗ്രികൾ, എല്ലാ മേഖലയും കവർ ചെയ്തുകൊണ്ടാണ് CIFT ഈ ഗവേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും നമുക്ക് ചർച്ച ചെയ്യാം. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ചെയ്തു തരാൻ പറ്റും. ഈ ഡയറക്ടറിൻ്റെ ഒരു പെർമിഷനോട് കൂടി നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ കൂടുതൽ പരിപാടികൾ തീർച്ചയായിട്ടും ആസൂത്രണം ചെയ്യണം, മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ എന്നെ ഏൽപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഉൾനാടൻ മത്സ്യമേഖല, ഈ മേഖലയിലെ ജലാശയങ്ങൾ, ഉൾനാടൻ മത്സ്യസമ്പത്ത്, ഈ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, ഈ വെല്ലുവിളികൾ എങ്ങനെ നമ്മൾ തരണം ചെയ്ത് സുസ്ഥിര മത്സ്യബന്ധനം നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും സാധ്യമാക്കാം, ഇതിനെക്കുറിച്ചുള്ള ഒരു 10-15 മിനിറ്റുള്ള ഒരു സംസാരമാണ്. അത് ഞാൻ ഈ പരിപാടിക്ക് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഉദ്ഘാടനം നിർവഹിക്കുന്നത് കണ്ണൂർ നഗരസഭയുടെ ആദരണീയനായ ചെയർപേഴ്സൺ ഡോക്ടർ രമേശ് ജി കുറുപ്പാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം. പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ MP രമേശൻ, ശ്രീ ഡോക്ടർ പ്രജിത്ത്, ഡോക്ടർ A സുരേഷ്, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ലത ടീച്ചർ, നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലേഴ്സ്, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എന്നെ ലത ടീച്ചർ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് വന്നിട്ട് പറഞ്ഞത്. പിന്നെ അയ്യങ്കാളി ജന്മദിനമാണ്, അപ്പം അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അയ്യങ്കാളി ജന്മദിനമാണ്, അതുമായി ബന്ധപ്പെട്ടല്ല, ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. എന്താണ് പ്രോജക്റ്റ് എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയൊരു പരിപാടിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിരവധി പ്രോജക്റ്റുകളുണ്ട്, നമുക്കറിയാൻ പറ്റാത്ത കുറേ പ്രോജക്റ്റുകൾ ഇന്നുണ്ട്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റുകൾ പറഞ്ഞപ്പോൾ നമുക്ക് മത്സ്യത്തൊഴിലുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞേക്കാണ്. നമുക്ക് എങ്ങനെ ഇതിവിടെ നടപ്പാക്കണം, നമുക്ക് ഈ മണ്ഡലത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലവും കൂടിയാണ്, നമുക്ക് അദ്ദേഹത്തെയും കൂടി ശ്രദ്ധയിൽപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ സാറിൻ്റെ അടുത്ത് എൻ്റെ ഓഫീസിലേക്കൊന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമുക്കത് എന്തൊക്കെയാണ് പ്രോജക്റ്റ് എന്നറിയാനായിട്ട്. ഇപ്പോൾ പറഞ്ഞു ചുരുങ്ങിയ പ്രോജക്റ്റുകളാണ്. ഇപ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വലകൾ മാത്രമല്ല, നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് അല്ലേ, അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സിങ്, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികളുണ്ട്. ഇപ്പം ഫിഷ് കാച്ചിങ് മാത്രമല്ലല്ലോ, ഫിഷ് പിടിച്ച് അത് പ്രോസസ്സ് ചെയ്ത് മൂല്യ വസ്തുക്കളാക്കി മാറ്റാം, നമുക്ക് പിക്കിൾസ് ഉണ്ടാക്കാം, അച്ചാറുകളൊക്കെ ഉണ്ടാക്കാം, അതേപോലെ തന്നെ വിവിധങ്ങളായ അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ്. അതിൻ്റെ ക്വാളിറ്റി ഇപ്പം നമുക്ക് ഏറ്റവും നല്ല ഗുണമേന്മ ഉറപ്പാക്കിച്ചിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സാധാരണ നമ്മളെ പരമ്പരാഗത രീതിയിലുള്ള ഫിഷിങ്ങാണ് ഇപ്പോൾ കൂടുതൽ അങ്ങനെയല്ലേ, കൂടുതൽ നടക്കുന്ന പരമ്പരാഗത രീതിയിലുള്ള അതിനെ എങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അത് പ്രയോജനപ്പെടുത്താം, ഇതിനെല്ലാം കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകളടക്കമാണ് നമ്മുടെ ഈ പ്രോജക്റ്റിലുള്ളത്. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞു പ്രോസസ്സിങ് ചെയ്യാം, അതിനൊക്കെ ട്രെയിനിങ് കൊടുക്കാനുള്ള സ്ഥലം വില്ലിംഗ്ടൺ ഐലൻഡിലുണ്ട്.
നിങ്ങൾക്കെല്ലാം സൗജന്യമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. എൻ്റെ അടുത്ത് അദ്ദേഹവും പറഞ്ഞു, എനിക്ക് വന്നപ്പോൾ തന്നെ ശ്രീ സുധീറും എൻ്റെ അടുത്ത് പറഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഇതറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിവുള്ളടത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഇതുപോലെ ഉദ്യോഗസ്ഥർ നമുക്ക് പറഞ്ഞു തന്ന് അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കർമ്മമാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്കൊക്കെ ഉള്ളത്. ഞാൻ എന്തായാലും ലത ടീച്ചറിനെ സുധീറിനെ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളതിന് ക്ഷണിച്ച് എന്താ പ്രോജക്റ്റ് എന്ന് പോലും അറിയാൻ പാടില്ലാണ്ടാണ് വന്ന് കയറിയത്. ഇത്രയും നല്ലൊരു പ്രോജക്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തലേദിവസമാണ് പറഞ്ഞ് ഇങ്ങനെ എല്ലാ കൗൺസിലർമാരെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കും ഇത് അവരും ചോദിച്ചിട്ട് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല. ഞാൻ എന്തായാലും എനിക്കിത് മനസ്സിലായി. എനിക്കിത് നമുക്ക് എങ്ങനെ ഇത് ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ നമുക്ക് പാലിക്കണം. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ സാറിനടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നല്ലൊരു പരിപാടിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും കൂടി ശ്രദ്ധയിൽപ്പെടുത്തും. മുഖ്യമന്ത്രി ഇപ്പം നമ്മൾ അദ്ദേഹത്തിന് സാമ്പത്തികമായി കേരളത്തിൻ്റെ നമുക്ക് പൈസ കിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ നമുക്ക് പൈസ എങ്ങനെ വരുത്തണം എന്നൊക്കെ ഉള്ള ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെന്നൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മണ്ഡലത്തിൽ ഇത് നന്നായി നടത്തി നമുക്ക് ഭംഗിയായി നടത്താനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വൈസ് ചെയർമാൻ സന്നിഹിതയാണ് നഗരസഭയുടെ ശ്രീമതി ഷാജി സി കെ. Thank you. Sanjeev Singh. Unni. വാർദ്ധൻ പി ടി ജനറൽ ചെയർമാൻ ക്ഷണിക്കുന്നു. വാർദ്ധൻ പി ടി. അടുത്തത് ശ്രീ ലിനു എം കെ. ശ്രീ ലിനു എം കെ നിന്ന് നൽകുന്നതിന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീ അനിൽകുമാർ. പ്രസന്നൻ പി കെ. പ്രസന്നൻ അടുത്തത് ശ്രീ അജയൻ. അവനേറ്റ് കൊടുക്കുന്നതിന് അടുത്തത് വാസൻ. ശ്രീ അജയനെ നേതൃത്വം ചെയ്യുന്നതിന് വേണ്ടി രാജസ്ഥാൻ ക്ഷണിക്കുന്നു. സമിതി പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിൽ
പുതിയ ഹോസ്പിറ്റലാണ് പറഞ്ഞത് സിറ്റി. ശ്രീ രാമചന്ദ്രൻ അവരുടെ ക്ഷണിച്ചുകൊണ്ടു. പോലീസ് ചെയർമാനും കൗൺസിലറും രണ്ടുപേരും രാമചന്ദ്രൻ സാറിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പറഞ്ഞ വാക്കുകളിൽ വളരെയധികം ധാരാളം സർക്കാർ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്, നടത്തിപ്പെടുത്താറുണ്ട്. പലതും വാർത്താപ്രകാരം മാത്രം ലഭിക്കുന്നവരായിട്ടാണ് കാണപ്പെട്ടത്. അതിൽ നിന്ന് തികച്ചും വിഭിന്നമായി യഥാർത്ഥത്തിൽ പ്രയോജനകരമായ ഉപകാരപ്രദമായ ജീവനോപാധികളുടെ മാർഗങ്ങൾ ഈ പരിപാടി വളരെയധികം അതിനെ പറയുന്നത് അതിൽ മുൻകൈയെടുത്ത സർക്കാരിനല്ല, അത് നടപ്പിൽ വരുത്താൻ ഈ ഉദ്യോഗസ്ഥന്മാരോടാണ് ഈ കാര്യങ്ങളെ ഉണ്ടാക്കാനല്ല, അത് എത്തിക്കാനുള്ള ശ്രമം നടത്തിയേണ്ടത് പ്രത്യേകമായി അനുവദിച്ചുകൊണ്ട് ഈ ഇതുപോലെ ധാരാളം പദ്ധതികൾ പറഞ്ഞുകൊണ്ട് പലരും ഇതൊക്കെ അറിയില്ല, ഇതൊക്കെ ഉണ്ടെന്നുണ്ട്. അത് അറിയിക്കണം, അറിയിച്ചാൽ അതിനനുസരിച്ച് നേടിയെടുക്കുക, ഉപയോഗിക്കുക, ജീവിതമാർഗം ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ ആ തരം പ്രവർത്തികളാണ് സഹായമായിട്ട് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഭാരവാഹികളോട് നന്ദിവാദമുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ, സ്വിഫ്റ്റിലെ സീനിയർ സയൻറ്റിസ്റ്റുകൾ, ലതാ കോലോത്ത് മാഡം, സുധീർ സാർ, മറ്റു രക്തബന്ധങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് അതിശയിക്കുകയായിരുന്നു. ജൂൺ 18 മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനത്തിന് ഈ വലയുമായി എന്ത് ബന്ധം എന്ന് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. എന്നാൽ പട്ടികജാതിക്കാർക്ക് ഈ വലയുമായൊരു ബന്ധമുണ്ട്. 1907 മഹാത്മാ അയ്യങ്കാളി വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണ്ടി ഒരു വർഷത്തെ കാർഷിക പണിമുടക്ക് നടത്തിയപ്പോൾ ഈ വലയാണ് പട്ടികജാതിക്കാരെ പട്ടിണി കിടക്കാതെ രക്ഷിക്കാൻ ഉണ്ടായത് എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അന്ന് 1907 തുടങ്ങി 1908 ഒരു വർഷം നീണ്ടുനിന്ന വിദ്യാഭ്യാസ പണിമുടക്ക്, പലരും അതിനെ കാർഷിക പണിമുടക്ക്, കർഷക തൊഴിലാളി സമരം എന്നൊക്കെ പറഞ്ഞ് ചുരുക്കുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിലൊരു വിദ്യാഭ്യാസ വിപ്ലവമായിരുന്നു, വിദ്യാഭ്യാസ പണിമുടക്കായിരുന്നു. KSUയും SFIയും AISFും ഒന്ന് കണ്ടുപിടിക്കാൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ ഞങ്ങൾ പാടത്തു നിന്ന് പിന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ആ വിദ്യാഭ്യാസ വിപ്ലവം അതിൻ്റെ പരിസമാപ്തി എത്തുന്നതുവരെ ആ തിരുവിതാംകൂറിലെ പട്ടികജാതിക്കാർക്ക് ഏറ്റവും കൂടുതൽ തുണയായത് വിഴിഞ്ഞത്തെയും പൂവാറിലെയും ധീവര സമുദായക്കാരായിരുന്നു. ആ ധീവര സമുദായക്കാരുടെ മത്സ്യം മാത്രം തിന്ന്, അന്ന് അരി കിട്ടാനില്ല, കിഴങ്ങും മത്സ്യവും മാത്രം നിന്ന് ജീവിച്ച ഒരു വർഷക്കാലം പട്ടികജാതിക്കാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റ് ഇന്ന് ഈ ദിവസം അത് ശ്രീ സുധീറിൻ്റെയും കൂടി ഒരു നിയോഗമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് തിരഞ്ഞെടുത്തതിൽ സ്വിഫ്റ്റിനെ ഞാൻ എൻ്റെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചെയ്ത പറവൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീ രമേഷ് ഡി കുറുപ്പ്, CIFTയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ഡിക്കിയുടെ സൗത്ത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ശ്രീ സുധീർ, പ്രിയ സംയുക്ത വേദിയുടെ ഭാരവാഹികൾ, ജനറൽ കൺവീനർ ശ്രീ ഷാജൻ, പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഷാജൻ സാറ് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു ദിനത്തിൽ ആ ദിനത്തിൻ്റെ പ്രത്യേകത ആലോചിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ 85ാം സ്മൃതി ദിനത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് മാറി നിന്ന ജനത്തിനെ ഇരുണ്ട അധ്യായത്തിൽ നിന്ന് പ്രകാശമാനമായൊരു ലോകത്തേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിനുള്ള
യുദ്ധം അംഗം കുറിച്ച നേതാവിൻ്റെ ചരമദിനത്തിലാണ് പറവൂർ നഗരസഭയിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാം ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്കുള്ള നെറ്റ് വിതരണം ചെയ്തിട്ടുള്ളത്. അത് തികച്ചും ആകസ്മികമായി സംഭവിച്ചു, പെട്ടെന്ന് നടന്നതാണെങ്കിൽ പോലും ഇത് ഏറെ അന്വർത്ഥമായ ഒന്നാണ്. മത്സ്യബന്ധനം എന്ന് പറയുന്ന ജീവിതോപാധിക്കപ്പുറമായിട്ട് അതിൻ്റെ എല്ലാ ശാസ്ത്രീയമായ തലങ്ങളിലും നമ്മെ സഹായിക്കാനായിട്ട്, പരിശീലനം നൽകാനായിട്ട് CIFT തയ്യാറാണ്. അതിൻ്റെ സാധ്യതകൾ മുഴുവനും പ്രയോജനപ്പെടുത്താൻ നാം ഒരുങ്ങുക എന്ന, ഈ അവസരം പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനായിട്ട് നമുക്ക് ഈ ഒരു പരിപാടിയും ഇത്രയും പേർക്കുള്ള സഹായവും ഒരുക്കി തന്ന ഡിക്കിയാണ്, ദലിത് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ സൗത്ത് ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റായ സുധീർ സാറാണ് ഈ ഒരു കാര്യം എന്നോട് സംസാരിക്കുന്നതും ഞാനത് വാസനോട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ മേഖലയിൽ നിന്ന് ബുദ്ധിമുട്ടുള്ളവർക്ക് നെറ്റ് വിതരണം, അതോടൊപ്പം തന്നെ ഡ്രയറിൻ്റെ കാര്യം, ഡ്രയർ സ്വീകരിച്ച് ഏഴിക്കര ഭാഗത്തുള്ള ഒരു വനിത അവരുടെ സന്നിഹിതയാണ്. 5 ലക്ഷം വില വരുന്ന ഡ്രയറാണ് അവിടെ നൽകിയിട്ടുള്ളത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിരവധി പദ്ധതികൾ ആണ് CFTയിലുള്ളത്. അത് പ്രയോജനപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ജീവിതത്തിന് അവസരങ്ങളുണ്ട്, അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ആണ് നമുക്ക് ശക്തിയും കരുത്തും ഉണ്ടാകുന്നത്. ഇന്ന് ഇതൊരു ചെറിയ നെറ്റ് മാത്രമാണ്. നമ്മുടെ ജീവിത ഉപാധിയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ ഇന്ന് ലോകത്തിൻ്റെ കമ്പോളം തുറന്നിരിക്കുകയാണ്. അവിടേക്ക് കടന്നു കയറാനും ഒരു സാമ്പത്തിക ശക്തിയാകാനും ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് കഴിയട്ടെ. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് നഗരസഭയുടെ മുഴുവൻ പിന്തുണയും ചെയർപേഴ്സൺ നമുക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി രേഖപ്പെടുത്തുന്നത് ഡിക്കിയുടെ ഇതിന് മുൻപായിട്ട് രമേശ് സാർ നമ്മളുടെ അടുത്ത് സുസ്ഥിര മത്സ്യബന്ധനത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓവർ ടു രമേശ് സാർ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ മതി പറയാൻ പോകുന്നത് നമ്മുടെ, അതായത് നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഉൾനാടൻ മത്സ്യസമ്പത്ത്, ഈ മത്സ്യസമ്പത്ത് ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ, ഈ വെല്ലുവിളികൾ തരണം ചെയ്ത് നമ്മൾക്കെങ്ങനെ ഇവിടെ ഒരു സുസ്ഥിരമായ മത്സ്യബന്ധനം അല്ല മത്സ്യമേഖല കെട്ടിപ്പടുത്താം, അതിലൂടെ നിങ്ങളുടെ വരുമാന മാർഗങ്ങളും ജീവിതമാർഗം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ പറ്റിയുള്ള ഒരു അവലോകനമാണ്. ഉൾനാടൻ മത്സ്യ മേഖലയെ പറ്റിയുള്ള സയൻസാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് 147 രാഷ്ട്രങ്ങളിൽ ഉൾനാടൻ മത്സ്യ മേഖല വളരെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 147 രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യ വൻകര, ആഫ്രിക്ക, അതായത് പറഞ്ഞിരിക്കുന്നത് വരുമാനം ദരിദ്ര രാഷ്ട്രങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഉൾനാടൻ മത്സ്യ മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മീനുകളുടെ മത്സ്യങ്ങളുടെ 43% 50 രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ നമ്മുടെ ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. നമ്മുടെ തൊട്ടയൽ രാജ്യമായ ചൈന, മറ്റ് പല കാര്യങ്ങളും ചൈന വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിലും അവർ തന്നെയാണ് ഒന്നാമത്. രണ്ടാമത് ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ്. പിന്നെ ബംഗ്ലാദേശ്, മ്യാൻമാർ, ബർമ്മ അതുപോലുള്ള രാജ്യങ്ങളുണ്ട്. എല്ലാവരും മറ്റുള്ള രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യം ഉണ്ടാകുന്നത് തടാകങ്ങളിൽ വെച്ചിട്ടാണ്. നിങ്ങളൊരിക്കൽ ചിലപ്പോൾ കേട്ടിരിക്കുന്നു അല്ലേ, വിക്ടോറിയ തടാകം എന്നെല്ലാം ഈ നൈജീരിയ അല്ലെ ടാൻസാനിയ അതുപോലുള്ള പല രാജ്യങ്ങളുടെയും ബോർഡറിൽ വരുന്ന വിക്ടോറിയ തടാകത്തിൽ വെച്ചിട്ടാണ് വലിയ വലിയ മീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലുള്ള പല ആൾക്കാരും ടെക്നീഷ്യന്മാരും ആ മേഖലയിൽ പോയിട്ട് ഈ നൈൽ പർസി എന്ന് പറഞ്ഞ വലിയൊരു മീനിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തടാകങ്ങളിൽ നിന്നാണ് കൂടുതൽ മത്സ്യ ഉൽപ്പാദനം നടക്കുന്നതും മറ്റുള്ള രാജ്യങ്ങളിൽ. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്കറിയാം ഏതൊക്കെയാണ്
ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്ന് നമുക്കറിയാം. പ്രധാനപ്പെട്ടും നമുക്ക് നദികളാണ് ഉള്ളത്. നമുക്കുള്ളത് 14 പ്രധാന നദികളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. നിങ്ങൾ കേട്ടിരിക്കും, ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ്, അതുപോലുള്ള ഇൻ്റർനാഷണൽ റിവേഴ്സാണ്. ഇൻ്റർനാഷണൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന റിവറല്ല, അത് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒന്നിക്കൽ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ ചൈനയിൽ അവിടെയൊക്കെ പോയിട്ട് ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യയിൽ നിന്ന് വീണ്ടും ബംഗ്ലാദേശിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ റിവേഴ്സ് അതുണ്ട്. നമുക്കങ്ങനെ 14 മേജർ റിവേഴ്സ് ഉണ്ട്, വലിയ ഉണ്ട്. 44 ഇടത്തരം പുഴകളുണ്ട് നമുക്ക്. അതുപോലെ ചെറിയ ഒട്ടനവധി നദികൾ നമ്മൾക്കുണ്ട് നമ്മുടെ ഈ സമതല പ്രദേശങ്ങളിൽ. അപ്പോൾ ഈ നദികളിൽ നിന്നെല്ലാം നമ്മൾക്ക് ഉൾനാടൻ മത്സ്യം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് അണക്കെട്ടുകൾ റിസർവോയർ എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു ഉൾനാടൻ മത്സ്യ ജലാശയമാണ്. നിങ്ങൾ കേട്ട് കാണും, ടഹ്രി, ഹീരാക്കുഡ് ഒറീസയിലുള്ള, അതുപോലെ ഇന്ദിരാസാഗർ, സർദാർ സരോവർ അണക്കെട്ട് ഗുജറാത്തിൽ, അതുപോലെയുള്ള വളരെ വലിയ അണക്കെട്ടുകളാണ്. അത് ഒരുപാടുണ്ട്. നമ്മുടെ കേരളത്തിലുമുണ്ട് ഒരുപാട് അണക്കെട്ടിൽ. കേരളത്തിൽ 44 നദികളുണ്ട്, നിങ്ങൾക്കറിയാം. 44 നദികളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. പിന്നെ അതുകൂടാതെ ഉൾനാടൻ ഇതിൽ വരുന്നതാണ് ഒരുപാട് തോടുകൾ, കനാലുകൾ, കുളങ്ങൾ, പാടശേഖരങ്ങൾ, വയലുകൾ, പൊക്കാളി പാടങ്ങൾ, കണ്ടൽ വനങ്ങൾ. നമ്മൾക്കറിയാം കണ്ടൽ വനം, മാംഗ്രൂവ് ഫോറസ്റ്റ് എന്നെല്ലാം പറയുന്നത്. നമ്മുടെ വെസ്റ്റ് ബംഗാളിലെല്ലാം സുന്ദർബൻ, പുലി ഇറങ്ങുന്ന കാടാണ് സുന്ദർബൻ മാൻഗ്രൂവ്. അവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, നിങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികൾ സുന്ദർബൻ അവിടെ പോയി മീൻ പിടിക്കും. ചിലപ്പോൾ പുലിയും അവരെ തിരിച്ചു പിടിക്കാറുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ സുന്ദർബൻ മാൻഗ്രൂവ് ഫോറസ്റ്റിൽ പോയിട്ട് ആരും മീൻ പിടിക്കരുത് എന്നുള്ള നിയമം അവിടുത്തെ ഉൾനാടൻ മത്സ്യമേഖല ആക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ മത്സ്യസമ്പത്ത് എന്ന്. നമ്മുടെ ഇന്ത്യയിൽ 930 ഇനം മത്സ്യങ്ങൾ ഉൾനാടൻ മേഖലയിൽ മാത്രമുണ്ട്. 930 ഇനം ഇനങ്ങൾ. നമുക്കറിയാം നമ്മുടെ കാർപ്പ് മീനുകൾ, കാർപ്സ്, ശുദ്ധജലത്തിൽ കാണുന്ന കാർപ്സ് ഉണ്ട്. അതിൽ മേജർ കാർപ്പുണ്ട്, മൈനർ കാർപ്പുണ്ട്, നമ്മുടെ ഇതിലൊക്കെ കാണാം. അതുപോലെ തിലാപ്പിയ എന്ന് പറഞ്ഞാൽ ഫിലോപ്പി, ഓരോ പേരാണ് ഓരോ സ്ഥലത്ത് എടുക്കുന്നത്. ഏട്ട, കൂരി, കണമ്പ്, കുയിൽ മീൻ, നമ്മുടെ ശുദ്ധ തണുപ്പ് കോൾഡ് വാട്ടർ ഫിഷ് എന്ന് പറയുന്നത് അത് കുയിൽ മീനുകളുണ്ട്. വരാല്, കാരി, വാള, കാളാഞ്ചി, ചെമ്പല്ലി, കരിമീൻ, ഇന്ന് ഉണ്ടോ എത്ര മീനുകൾ. നമ്മൾ എത്ര തരം ചെമ്മീനുകൾ, ഒരു 5-6 തരം ചെമ്മീനുകൾ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ മീൻ പിടിക്കുന്നവരല്ലേ. നമ്മുടെ ഈ ഉൾനാടൻ മേഖലയിൽ 5-6 തരം ചെമ്മീനുകളുണ്ട്. മുമ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ചെമ്മീനുകളും ഇന്ന് കാണാൻ പറ്റുന്നില്ല. കാലുള്ളതും കാലില്ലാത്തതും വാലുള്ളതും അങ്ങനെ പലതുമുണ്ട്. കൊഞ്ചുകളുണ്ട്. നമ്മുടെ അറിയാലോ ആറ്റുകൊഞ്ച്, നമ്മുടെ വെമ്പനാട് ലേക്കിലെല്ലാം കാണുന്ന ആറ്റുകൊഞ്ച് വീശിപ്പിടിക്കുന്നത്. പലതരം കക്കകളുണ്ട്. മഞ്ഞക്കക്കയുണ്ട്, കറുത്ത കക്കയെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇന്ന് മണലെടുപ്പും അങ്ങനെ പല പരിപാടിയും കൊണ്ട് കക്കയടിയെല്ലാം വംശനാശം സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. മുരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചിലപ്പം, നമ്മുടെ എഡിബിൾ ഓയിസ്റ്റർ എന്ന് പറയുന്നത് നല്ല വലിയ കട്ടയുള്ള വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്നത്. അതിലിപ്പം കണ്ണൂർ ഭാഗത്തെല്ലാം പോയാൽ അവിടെ ഇഷ്ടംപോലെ ഈ സാധനം കാണാറുണ്ട്. പിന്നെ ഒരുപാട് അലങ്കാര മത്സ്യങ്ങളുണ്ട് നമ്മുടെ ഈ ഉൾനാടൻ മേഖലയിൽ. അതുപോലെ അലങ്കാര മത്സ്യങ്ങൾ, ഓർണമെൻ്റൽ ഫിഷ് നിങ്ങൾക്കറിയാമായിരിക്കും. അതൊന്ന് വളർന്നു വരുന്ന വലിയൊരു മേഖലയാണ് അലങ്കാര അതുപോലെ അന്യരാജ്യ മത്സ്യങ്ങൾ, ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മറ്റുള്ള രാജ്യത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ടിട്ട് നമ്മുടെ ജലാശയങ്ങളിൽ പെറ്റുപെരുകി വളരുന്ന ഒരുപാട് മീനുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഉദാഹരണം നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മുടെ ഈ കേരളത്തിൽ ഫ്ലഡ് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോയപ്പോൾ അവരുടെ വലയിൽ കിട്ടിയത് അരയിപ്പൈമ എന്നെല്ലാം പറയുന്ന വലിയ ഭീമൻ മീനുകളാണ്. നമ്മുടെ ഇതിൽ പിരാണ വർഗത്തിൽപ്പെട്ട മീനുണ്ട്, പാക്കു, അങ്ങനെ. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കാറ്റ് ഫിഷ്, അങ്ങനെ പല മീനുകളും നമുക്ക് ആവശ്യമില്ലാത്തതും ഉള്ളതുമെല്ലാം പല രാജ്യത്തു നിന്നും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ജലാശയത്തിൽ പെറ്റുപെരുക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നമ്മുടെ ജലാശയത്തിലെ തനതായ മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അതിനെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇതിലുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഈ മത്സ്യസമ്പത്ത് ഉൾനാടൻ മേഖലയിൽ നിന്ന് പിടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. ചില ആൾക്കാർ തോണി ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നു.
തോണി ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നു. ഇപ്പോൾ വലിയ വലിയ ജലാശയങ്ങളിലാണെങ്കിൽ ഇതേ തോണിക്ക് മോട്ടോർ വെച്ചിട്ടാണ്, ഔട്ട്ബോർഡ് മോട്ടോർ വെച്ചിട്ടാണ് അവർ മീൻ പിടിക്കുന്നത്. അല്ലാതെ ഇപ്പം ചില ഏരിയയിലും പോയ ലേഡീസ്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും അധികം പ്രത്യക്ഷമായും പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ഉൾനാടൻ മത്സ്യമേഖല. കടലിൽ സ്ത്രീകളാരും മീൻ പിടിക്കാൻ പോകാറില്ല. പക്ഷേ ഉൾനാടൻ മത്സ്യമേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. അവർ തപ്പിപ്പിടുത്തം എന്ന് പറയുന്ന വെള്ളത്തിൽ മുങ്ങിയിട്ട് പിടിക്കുന്ന ഇതുണ്ട്. ഇതിനിടെ സേഫ്റ്റിയിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തി അവിടെ കോട്ടയം ജില്ലയിൽ നിന്നും ഒരുപാട് സ്ത്രീകൾ വന്നു. അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർ നേരിടുന്ന ഈ മേഖലയിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ, ആരോഗ്യകരമായ വെല്ലുവിളികൾ, അവർക്ക് ത്വക്ക് രോഗങ്ങൾ, അവർ സ്ഥിരം വെള്ളത്തിലിറങ്ങി പണിയെടുക്കുന്നതുകൊണ്ട് ത്വക്ക് രോഗങ്ങൾ വന്നു, അവർക്ക് നീർനായ കടിക്കുന്നു, അവരെ പാമ്പ് കടിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അവർ വന്നു. അവർ പിടിക്കുമ്പോൾ ഞണ്ട് കടിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുകയുണ്ടായിരുന്നു. അതുപോലെ തോണികളുടെ കൂടാതെ നമ്മുടെ ഈ ഉൾനാടൻ മേഖലയിൽ ചങ്ങാട ഉപയോഗിക്കാറുണ്ട്. കുറേ മരങ്ങളും മുളയെല്ലാം കെട്ടിയിട്ട് ചങ്ങാട ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കട്ടമരം നിങ്ങൾ കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെല്ലാം പോയ കട്ടമരം എന്ന് പറഞ്ഞ സാധനം 2-3 മരം കെട്ടിയിട്ട് കട്ടമരം. ഇപ്പം നമ്മുടെ പുലിക്കാട്ട് ലേക്കിലെല്ലാം പോയ കട്ടമരത്തിൽ നിന്നിട്ടാണ് നിങ്ങളുടെ ഈ വീശി വല അവർ വീശി പിടിക്കുന്നത്. വളരെ ബാലൻസ് ആയിട്ട് അവരതിൽ നിന്നിട്ട് മീൻ പിടിക്കുന്നു. അങ്ങനെ പിന്നെ ചില ആൾക്കാർ പണ്ടത്തെ കാറ്റുവായ കെട്ടിയിട്ട് തോണി കൊണ്ടുപോകുന്നുണ്ട്, തുഴഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ തോണികളും ചില ഏരിയയിൽ കുറച്ച് വലിയ ബോട്ടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ നോക്കുക, ഉൾനാടൻ മത്സ്യ മേഖലയിൽ എത്ര തരം വലകളുണ്ട്, എത്ര ഇനം വലകളുണ്ട് അത് നിങ്ങൾക്കറിയാം. വലിയ ഇങ്ങനെ ഒരു ഭാഗത്ത് വലിച്ചടക്കാൻ പറ്റുന്ന നമ്മുടെ കരമാടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സീൻ, ചവിട്ടുവല, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ പേരാണത്. വളരെ ചെറിയ കണ്ണിയാണ്. അടക്കം കൊല്ലി വല എന്ന് വേണ്ടിക്കലും നമുക്ക് പറയാം. അതിൽ പെടുന്ന എല്ലാ മീനുകളും അതിൽ പെടും. പിന്നെ നമ്മുടെ ഗിൽനെറ്റ് അല്ലെ ഒഴുക്കുവല എന്ന് പറയുന്ന ടങ്കീസ് വല അത് ഉപയോഗിക്കാറുണ്ട്. ഇതുപോലുള്ള വീശുവല ഉപയോഗിക്കാറുണ്ട്. പലതരം മീൻ കൂടുകൾ, നമ്മുടെ ചീനവല ഉപയോഗിക്കാറുണ്ട്. വലിക്കുന്ന ഡ്രാഗ് അല്ലെ ക്ലാമിനെ പിടിക്കാനുള്ള ഡ്രഡ്ജസ്, അങ്ങനെ ഒരുപാട് 10-25 തരം വലകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഉൾനാടൻ മേഖലയിൽ മീൻ പിടിക്കുന്നു. അത് പലതും വിനാശകരമായ ചില വലകളും ഉണ്ട്. പ്രത്യേകിച്ച് ചെറിയ കണ്ണിയുള്ള വലകൾ അങ്ങനെ ഉപയോഗിക്കുമ്പം മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളടക്കം അതിൽ പെട്ടിട്ട് ചത്തുപോകുന്നു. അത് നമ്മുടെ മത്സ്യസമ്പത്തിന് പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് അതിന് അടക്കം കൊല്ലി വല എന്ന് പറയുന്നത്. പിന്നെ പലതരം കൂടുകളുണ്ട്. ട്രാപ്സ് എന്ന് പറയുന്നത്, ഫിഷ് ട്രാപ്പ്, മോഡേൺ ട്രാപ്പുണ്ട്, അല്ലെങ്കിൽ പരമ്പരാഗത വസ്തുക്കൾ കൊണ്ട് വെച്ചിരിക്കുന്ന ട്രാപ്പുണ്ട്, ചൂണ്ടകളുണ്ട്, ഒരുപാട് ഇതുണ്ട്. പിന്നെ നമുക്കൊരു ഉൾനാടൻ മേഖല നേരിടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചെടുക്കുന്ന മീനിനൊരു കൃത്യമായ കണക്കില്ല. എത്ര ക്യാച്ച് കിട്ടുന്നു എന്നുള്ളതിന് കണക്കില്ല. കാരണം നമ്മൾ പിടിക്കുന്ന മീൻ അതാത് പ്രദേശത്ത് തന്നെ ഒന്നിക്കൽ വിൽപ്പന നടത്തും. അതിൽ പകുതി നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കും. പക്ഷേ കടലിൽ നിന്നെല്ലാം പിടിക്കുന്ന മീൻ കൃത്യമായ കണക്കുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഓരോ സംസ്ഥാനത്തും എത്ര മീൻ പിടിക്കുന്നുണ്ട്, ഓരോ ജില്ലയിലും എത്ര മീൻ പിടിക്കുന്നുണ്ട്, അതിൽ എത്ര എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര ലോക്കലി അല്ലെങ്കിൽ എത്ര മീൻ പൊടിക്കാൻ വേണ്ടി കർണാടകയിൽ പോകുന്നു, ചാള പൊടിച്ചിട്ട് മറ്റേ കോഴിത്തീറ്റ കാലിത്തീറ്റയാക്കാൻ പോകുന്നു, അതിനുള്ള കണക്കെല്ലാം ഉണ്ട്. പക്ഷേ ഉൾനാടൻ മേഖലയിൽ അത്രമാത്രം മീനില്ല. പക്ഷേ അതിൻ്റെ കൃത്യമായൊരു കണക്കും നമ്മുടെ കയ്യിലില്ല. ഇനി നമ്മൾക്ക് നോക്കാം ഈ ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിൽ നമ്മൾ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആവാസ വ്യവസ്ഥകളുടെ തകർച്ച. നമ്മുടെ ഉൾനാടൻ മത്സ്യമേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആവാസ വ്യവസ്ഥകളുടെ തളർച്ച. അതായത് മീനുകൾ താമസിക്കാനുള്ള അല്ലെ വളരാനുള്ള ആ മേഖലയുടെ ജലാശയങ്ങളുടെ അല്ലെ ആ പ്രദേശത്തിൻ്റെ തകർച്ച. അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം, മുമ്പ് ഞാനെല്ലാം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് വയലുണ്ടായിരുന്നു. ആ വയലിൽ കൃഷി ചെയ്യാൻ വേണ്ടി വയലിന് ചുറ്റും ഒരുപാട് കുളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുളങ്ങളിലും ഈ വയലിലും ഒരുപാട് മീനുകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് വരാൽ, കൂരി, വാള, ആ മീനുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതുമഴ പെയ്യുമ്പം ആ മീനുകൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് അത് വെള്ളത്തിലേക്ക് പോകുന്നു. പക്ഷേ വേനൽക്കാലമാകുമ്പം വയലിലെ വെള്ളം കുറയുമ്പം ആ മീൻ തിരിച്ചിട്ട് നമ്മുടെ ജലാശയങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ആവാസ വ്യവസ്ഥ നഷ്ടം എന്ന് പറയുമ്പം ഈ പോകുന്ന ഈ നീരൊഴുക്ക് നഷ്ടപ്പെടുന്നു. കാരണം നഗരവൽക്കരമാണ് നമ്മൾ നടക്കുന്നത്. റോഡുകൾ വരുന്നു, ഫ്ലാറ്റുകൾ വരുന്നു, ബിൽഡിംഗ് വരുന്നു. അപ്പോൾ ഈ മീനുകൾ പോയി സഞ്ചാരമാർഗം തടസ്സപ്പെട്ടിരിക്കുന്നു, മണ്ണിട്ട് മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് ഒരു ഇത്. അതുപോലെ നമ്മൾക്കറിയാം
കണ്ടൽ വന നശീകരണം, പല കാര്യങ്ങൾക്കും വേണ്ടി കണ്ടൽ നമ്മൾ വെട്ടുന്നു. അപ്പോൾ നമ്മുടെ മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. പാലം പണിയുന്നു. പാലം പണിയുമ്പോൾ ആദ്യം അവർ മണ്ണിട്ടിട്ടാണ് പാലം പണിയുന്നത്. പാലം പണിയുമ്പം പറയും മണ്ണ് നമ്മൾ പിന്നീട് മാറ്റും. പക്ഷേ മണ്ണാരും മാറ്റാനില്ല. അത് ജലത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു. തടയണകൾ പല ആവശ്യത്തിനും വേണ്ടി നമ്മൾ പുഴയിൽ തടയണകൾ നിർമ്മിക്കുന്നു. അത് മീനുകളുടെ സഞ്ചാരത്തെ ബാധിക്കുന്നു. അതിൻ്റെ പ്രജനനത്തിന് വേണ്ടിയുള്ള സഞ്ചാരത്തെ ബാധിക്കുന്നു. അതും മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു. ജലമലിനീകരണം നിങ്ങൾക്കറിയാം. പ്ലാസ്റ്റിക് ഏത് പുഴയിലോ ഏത് കായലിലോ കടലിൽ പോയാൽ വെറും പ്ലാസ്റ്റിക്കാണ്. പിന്നെ കെമിക്കൽസ്, ചിലപ്പോഴും മത്സ്യക്കുരുതി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കാണാം. ചില കമ്പനികൾ വിഷം വെള്ളത്തിൽ ഒഴുക്കുന്നു. അതൊക്കെ നമ്മുടെ മീനിനെ ബാധിക്കുന്നുണ്ട്. ജലം ഊറ്റൽ പല ആവശ്യങ്ങൾക്കും നമ്മുടെ ഉൾനാടൻ പ്രദേശത്തെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഏക്കലടിയുന്നു. നമുക്കറിയാം വെമ്പനാടിലേക്ക് നമ്മുടെ കൊച്ചി കായലിലും പോയാൽ ഇന്ന് തോണികൾക്ക് ഇറക്കാൻ പറ്റുന്നില്ല. കാരണം അതിൽ മണ്ണൊലിപ്പ് കാരണം മണ്ണ് അടിഞ്ഞിട്ട് അവിടെ ആഴമില്ല. അതുകൊണ്ട് തോണികൾക്ക് പോകാൻ പറ്റുന്നില്ല, ഇടാൻ പറ്റുന്നില്ല, അങ്ങനെ മീൻ പിടിക്കാൻ പറ്റുന്നില്ല. അതുപോലെ മണലെടുപ്പ്, അനിയന്ത്രിതമായ മണലെടുപ്പ് കാരണം പ്രത്യേകിച്ചും കക്കകൾ മണ്ണിൽ ജീവിക്കുന്ന ജീവികളാണ്. കക്കകൾ, ഞണ്ട് ഇതുപോലുള്ള ജീവികൾ വംശനാശം തരുന്നു. അതിന് കാരണം മണലെടുപ്പ് തന്നെയാണ്. പിന്നെ വിവിധ തരം പായലുകളാണ് നമ്മുടെ ഉൾനാടൻ ജലാശയങ്ങളിൽ. നിങ്ങൾക്കറിയാലോ, വിവിധ തരം പായലുകൾ കൊണ്ട് വെള്ളം തന്നെ കാണാനില്ല, തോണികൾക്ക് പോകാൻ പറ്റുന്നില്ല, വലയിടാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ കാലാവസ്ഥ മാറ്റം. നിങ്ങൾക്കറിയാമല്ലോ, കാലാവസ്ഥ മാറ്റം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ഉൾനാടൻ അതുപോലെ കടലിലെ മീനുകളുടെ എല്ലാം ഉൽപ്പാദനത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മുടെ ഈ ജലാശയങ്ങളുടെ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നു. മുമ്പ് 900 മീനുണ്ടെങ്കിൽ ഇന്ന് എണ്ണി നോക്കിയാൽ 500 മീനുണ്ടാവില്ല. പലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ജൈവ വൈവിധ്യനാശം സംഭവിക്കും. പിന്നെ അമിത മത്സ്യബന്ധനം നടത്തുന്നു. അമിത മത്സ്യബന്ധനം നമ്മൾ ഉള്ളതിൽ കൂടുതൽ നമ്മൾക്ക് യാനങ്ങളും വലകളും ഉണ്ട്. അപ്പോൾ അമിത മത്സ്യബന്ധനത്തിലൂടെ മത്സ്യസമ്പത്ത് കുറയുന്നു. അശാസ്ത്രീയ മത്സ്യബന്ധനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കണ്ണി വലകൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട്, ഡൈനാമിറ്റ് ഉപയോഗിച്ച്, കെമിക്കൽസ് അതെല്ലാം ഉപയോഗിച്ചിട്ട് അശാസ്ത്രീയമായ രീതിയിൽ മത്സ്യങ്ങൾ പിടിക്കുമ്പോഴും നമ്മുടെ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ചെറുകണ്ണി വലകളെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ ഈ ജലാശയം എന്ന് പറഞ്ഞാൽ അതിൽ ഉൾനാടൻ, പ്രത്യേകിച്ച് ഇപ്പോൾ റിസർവ് ഡാമിൻ്റെ കാര്യം പറഞ്ഞാൽ അത് മീൻ വളർത്താൻ വേണ്ടി മാത്രമല്ല, അത് പല ഏജൻസികളാണ് ഡാം മാനേജ് ചെയ്യുന്നത്. അതിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഉണ്ട്, കുടിവെള്ളത്തിനുണ്ട്. അപ്പോൾ ഇതിലുള്ള പലരും മാനേജ് ചെയ്യുമ്പം ഈ മത്സ്യസമ്പത്തിനെ ശ്രദ്ധിക്കാനൊന്നും ആർക്കും ഇല്ല. പിന്നെ നമ്മൾ പറയാൻ സ്റ്റോക്കിംഗ് എന്ന് പറയും. ചില ജലാശയങ്ങളിൽ നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാറുണ്ട്. ഹാച്ചറികളിൽ ഉണ്ടാക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ ജലാശയങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കാറുണ്ട്. അങ്ങനെ മത്സ്യ ഉൽപ്പാദനം കൂട്ടാറുണ്ട്. പക്ഷേ കേരളത്തിലെ ചില റിസർവോയറുകളിൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനുള്ള നിയമമില്ല. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഞാൻ പറഞ്ഞ ഈ പോയിൻ്റ് തന്നെയാണ് പരിഹാരമാർഗമായിട്ട് വരുന്നത്. സമയത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. പക്ഷേ ഇത് തന്നെയാണ് പരിഹാരമായിട്ട്. നമ്മൾ ജല മലിനീകരണം നിർത്തുക, ചെറുകണ്ണി വലകൾ ഒഴിവാക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഈ ശുദ്ധജലങ്ങളും അതുപോലെ നമ്മുടെ ജലാശയങ്ങളും ഒന്നുകൂടെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവരേണ്ടി വരും. അതിലൂടെ നമുക്ക് മീനുകളുടെ ഉൽപ്പാദനം കൂട്ടേണ്ടതുണ്ട്. പിന്നെ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇതുപോലെ പഞ്ചായത്ത്, നല്ല വില്ലേജ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എല്ലാം നമ്മുടെ ഉൾനാടൻ മത്സ്യസമ്പത്ത് കൂട്ടാനുള്ള പദ്ധതികൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നമ്മുടെ സ്ഥാപനവുമായിട്ട് യോജിച്ചിട്ട് ചില പദ്ധതികൾ, പ്രോജക്റ്റ് കൊണ്ടുവരണം. അതിലൂടെ നമുക്ക് നമ്മുടെ പറവൂർ മേഖലയിലുള്ള മത്സ്യ ഉൽപ്പാദനം കൂട്ടാനുള്ള പ്രോജക്റ്റ്, പ്രത്യേകിച്ചും നിങ്ങളുടെ ഈ വാർഡ് മെമ്പർമാർക്കെല്ലാം ഇതുപോലുള്ള പ്രോജക്റ്റ് കൊണ്ടുവരാം. CFT എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട് നമുക്ക് മത്സ്യ ഉൽപ്പാദനം വർദ്ധിക്കുക, അതിലൂടെ നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള ഇതിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിലും അതുപോലെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സ്കീമുണ്ട്, കുറേ ഏജൻസികളുണ്ട്. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ്, നബാർഡ് ബാങ്ക് ഉണ്ട്, പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരുപാട് ഏജൻസികൾ ഒരുപാട് സ്കീമുമായിട്ട് ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. അപ്പോൾ അതത് പ്രദേശത്തെ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പദ്ധതികളെല്ലാം പഠിച്ചിട്ട് നിങ്ങളുടെ ഫിഷർമാനുമായിട്ട് ചേർന്നിട്ട് ഈ മേഖലകൾ നമ്മുടെ മത്സ്യ ഉൽപ്പാദനം എങ്ങനെ കൂട്ടാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി യോജിച്ച് നടത്തണം. ഉൾനാടൻ മത്സ്യകൃഷി നിങ്ങൾക്കറിയാമല്ലോ, ഉൾനാടൻ മത്സ്യകൃഷി ഇന്ന് നന്നായി വരുന്ന ഒരു മേഖലയാണ്. നമ്മുടെ കണ്ണൂർ ഭാഗത്തും കാസർഗോഡെല്ലാം പോയാൽ എവിടെ പോയാലും ഈ ലേഡീസ് ചെയ്യുന്നത് ഈ കല്ലുമ്മക്കായുടെ കൃഷിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ്. അതിനുവേണ്ട എല്ലാ സാധന സാമഗ്രികളും പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപയോഗിച്ചിട്ട് അവർക്കൊരു നല്ലൊരു വരുമാനം ആ സീസണിൽ അവർ കിട്ടുന്നുണ്ട്. ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം, ചിലപ്പം കേട്ടിട്ടുണ്ട്. ബ്ലൂ എക്കണോമി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ യുണൈറ്റഡ് നാഷൻസും FAOയും കൊണ്ടുവന്നത്. അതായത് നമ്മുടെ ജലാശയങ്ങളിൽ നിന്ന് എങ്ങനെ ഉൽപ്പാദനം കൂട്ടാം, സുസ്ഥിരമായ രീതിയിൽ എങ്ങനെ ഉൽപ്പാദനം കൂട്ടാം, അതിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫിഷറീസ്, പ്രത്യേകിച്ച് നമ്മുടെ ഉൾനാടൻ മേഖലയിലുള്ള ഫിഷറീസ് നമ്മൾ ഒന്ന് മാനേജ് ചെയ്യേണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ വേണം, ശാസ്ത്രജ്ഞന്മാർ വേണം, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വേണം, പഞ്ചായത്ത് വേണം. എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ട് നമ്മൾക്ക് പ്രവർത്തിച്ചാൽ നാളെ കേരളം മുഴുവൻ നമുക്ക് സുസ്ഥിരമായ ഒരു മത്സ്യ മേഖല കെട്ടിപ്പിടിക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് മത്സ്യസമൃദ്ധി നമുക്ക് നേടാൻ പറ്റും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമയം ഇല്ല. താങ്ക് യു. നമ്മൾ ഒഫീഷ്യലി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ഫോർ അംബേദ്കറിൻ്റെ ഓർമ്മ ദിനത്തിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാനാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ആൻഡ് വി ഹാവ് ടു ഫോർമലി അഡ്രസ് എല്ലാവർക്കും നന്ദി പറയാനുള്ളതാണ്. ആൻഡ് ഐ സ്റ്റാർട്ട് വിത്ത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ആൻഡ് we have our senior presiding this meeting was Dr. MP രമേശൻ സാറിന് എല്ലാവർക്കും ഓരോ പേര് വിളിച്ച് നന്ദി പറയുന്നു. ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കാത്ത. ആൻഡ് സുരേഷ് സാറിനും പ്രജിത് സാറിനും ലത മാഡം ആൻഡ് ഷാജിനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു അവർ വാസനാണ് എല്ലാത്തിനും കോർഡിനേറ്റ് തരുന്നത്. ആൻഡ് ഐ ഹാവ് മൈ ഫ്രണ്ട് രാധാകൃഷ്ണൻ, ഡോക്ടർ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ. എന്നെ ഏറ്റവും എനിക്ക് ഇവിടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ആ കൊച്ചിനും കൂടി നന്ദി പറയണം. ബാക്കി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു. താങ്ക് യു. ആൻഡ് വൺ മോർ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തിന് എല്ലാവർക്കും സസ്റ്റൈനബിളായിട്ടുള്ള ഫിഷിംഗ്, പ്രോസസ്സിങ് ആൻഡ് പ്രൊക്വയർമെൻറ്റും അതിൻ്റെ സെയിൽസും മാർക്കറ്റിംഗ് എല്ലാം ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ആൻഡ് ഇവിടെ വെച്ചും ചെയ്യാം. CAFT നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. CAFT എന്താണെന്ന്, MyCAR എന്താണെന്ന് ഗൂഗിൾ ചെയ്യുക. അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റിയാണ്. അവർക്ക് നാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ കൊച്ചിയിലുണ്ട്. അവിടെ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് തരാനായിട്ടും എല്ലാം ഇപ്പം തന്നെ തീരുമാനമായി കഴിഞ്ഞു. അപ്പം എല്ലാവരും അത് ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് എൻജോയ്. താങ്ക് യു. ഉപയോഗിക്കുന്ന കെമിക്കൽ അതിൻ്റെ അളവ് വളരെ ശാസ്ത്രീയമായിട്ട് വേണം ഉപയോഗിക്കാനുള്ളത്. കാരണം അത് നമ്മുടെ മണ്ണിൻ്റെയും ജലത്തിൻ്റെയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെയും ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് രാസവസ്തുക്കൾ. അത് ഉപയോഗിക്കരുത് എന്നല്ല പറയണത്, അത് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ മിതമായിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം, നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ബയോളജിക്കൽ മെറ്റീരിയൽ, അതായത് വീടുകളിലേക്ക് ഉണ്ടാകുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ, കൃഷിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ, ഇതിനെയൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ കമ്പോസ്റ്റിംഗ് പോലെയുള്ള പരിപാടികൾ നടപ്പിലാക്കിയിട്ട് നമുക്ക് കൂടുതൽ കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു സർക്കുലർ എക്കണോമി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിന് അടിസ്ഥാനമായിട്ടുള്ള കമ്പോസ്റ്റിംഗ് മിശ്രിതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനടിസ്ഥാനമായിട്ടുള്ള കമ്പോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള മൈക്രോബയോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ള മിശ്രിതങ്ങൾ കിട്ടും. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ തന്നെ മൈക്രോ ബൂസ്റ്റ് എന്നുള്ള ഒരു
പാക്കറ്റ് ഉണ്ട്. അത് മൈക്രോബിയൽ ഓർഗാനിസത്തിൻ്റെ ഒരു കൺസോർഷ്യമാണ്, ഒരു പാക്കറ്റാണ്. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് കമ്പോസ്റ്റിംഗ് ആക്കിയിട്ട് അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. അതിന് വേണ്ടുന്ന മൈക്രോബയോളജി ടെക്നിക്കാണ്. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗപ്പെടുത്തി വീട്ടിൽ പോലും ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളെയും കാർഷിക അവശിഷ്ടങ്ങളെയും മികച്ച ന്യൂട്രിയൻ്റാക്കി മാറ്റാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കെമിക്കൽ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതിൻ്റെ ഉപയോഗം കുറയ്ക്കാം. അതിനെക്കുറിച്ചാണ് ഈ ക്യാമ്പയിൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് ഇത് മനസ്സിലാക്കി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.